ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാദമീസ് ക്ലാസ്. നമ്മൾ ഇന്ന് +1 കമ്പ്യൂട്ടർ സയൻസിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോർഷൻ തന്നെ ഡാറ്റ ടൈപ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ കുറച്ച് ഡാറ്റ ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. അതിനു മുന്നേ എന്താണ് ഈ ഡാറ്റ ടൈപ്സ് നോക്കിയേ. യൂസ് ടു ഐഡന്റിഫൈ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ. അതായത് നമുക്ക് കുറേ ഡാറ്റകളുണ്ട്. കമ്പ്യൂട്ടറിനുള്ളിൽ നമുക്ക് കുറേ ടൈപ്സ് ഓഫ് ഡാറ്റ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ പേരാണ് കൊടുക്കണമെങ്കിലോ അത് ക്യാരക്ടേഴ്സ് ആണല്ലേ. ഇനി ഞാൻ കൊടുക്കുന്ന എൻ്റെ വയസ്സ് ആണെങ്കിലോ അതൊരു നമ്പർ ആണ്. സോ നമുക്ക് പറയുന്നത് നമ്പർ ആയിട്ടുള്ള ഇൻഡിജേഴ്സ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് എന്ന് പറയാം. അങ്ങനെ പല ടൈപ്പ് ഡാറ്റ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, പല ടൈപ്പുള്ള ഡാറ്റ ടൈപ്സും വേണം. ഈ പല ഡാറ്റകളും നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ഡാറ്റ ടൈപ്പിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പേരാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാരക്ടർ ക്യാർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എൻ്റെ വയസ്സാണെങ്കിലോ അത് നമ്പർ ആയി, ഡാറ്റ മാറി, ഡാറ്റയുടെ ടൈപ്പ് മാറി. സോ എനിക്ക് എന്ത് ചെയ്യണം, ഇൻഡോ ഫ്ലോട്ടോ എന്താണെന്ന് വെച്ചാൽ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് വേണം, ഡാറ്റാസ് മാറുന്നതനുസരിച്ച് നമുക്കുള്ള ഡാറ്റ ടൈപ്സ് വേണം. സോ നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നതാണ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് ആണ്. സോ നമ്മൾ ഡാറ്റ എന്താന്ന് നോക്കി, യൂസ്ഡ് ടു ഐഡന്റിഫൈ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ. ഒരു വേരിയബിളിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റേന്റെ ടൈപ്പും നേച്ചറൊക്കെ അനുസരിച്ചിരിക്കുന്നത് അതിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ്. ഇവിടെ നമുക്ക് കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതിൽ ആദ്യത്തെ ആളാണ് വോയിഡ്. വോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നള്ളാണ്, എം ടി, പ്രത്യേകിച്ച് ഒന്നുമില്ല, അയാളെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. നമുക്ക് അയാൾ എന്താണ്, നള്ളാണ്, അയാളുടെ ഉള്ളിൽ ഒന്നുമില്ല. സോ ആദ്യത്തെ ഡാറ്റ ടൈപ്പ് ആണ് വോയിഡ്. ടൈപ്പ് ഓഫ് വാല്യൂ എന്താ, നൾ ഓർ എം ടി ഡാറ്റ. അയാളുടെ കയ്യിൽ എന്താ, ഒന്നുമില്ല. സോ അയാൾക്ക് യൂസ് ചെയ്യുന്ന മെമ്മറി, അതായത് അയാൾ യൂസ് ചെയ്യുന്ന സ്പേസ്, നമ്മുടെ പറഞ്ഞ നമ്മൾ MB GB എന്നൊക്കെ പറയാറില്ല നിങ്ങൾ, നമ്മുടെ പറഞ്ഞതാണ് ബൈറ്റ്സ് എന്നാ പറയാം. ബൈറ്റ്സിൽ എന്താ, 0 ബൈറ്റ്സ്, അത് നള്ളാണ്, എം ടി ആണ്. സോ യൂസ് ചെയ്യുന്ന സ്പേസ് എത്ര ആയിക്കോളൂ, എം ടി ആയിക്കോളൂ, അത്രയും പറയുള്ളൂ. അതിന് എക്സാമ്പിൾ ഒന്നുമില്ല, കാരണം നള്ളാണ്, എം ടി ആണ്, സോ ഒന്നുമില്ല. അടുത്ത ഡാറ്റ ടൈപ്പ് ആണ് ക്യാർ. ക്യാർ എന്ന് പറഞ്ഞ എന്താ, ക്യാരക്ടർ വാല്യൂസ്, അതായത് നമ്മൾ ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യുക. എവിടെ, ക്യാർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിൽ യൂസ് ചെയ്യാം. അതിന് എത്ര ബൈറ്റ്സ് വേണം, 1 ബൈറ്റ്. അതായത് ഒരു ലെറ്റർ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് 1 ബൈറ്റ് ആണ് വേണ്ടത്, 1 സ്പേസ് ആണ് വേണ്ടത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നോക്കിയേ. നമ്മൾ സിംഗിൾ കോട്ടിൽ എ എന്ന് പറഞ്ഞ ലെറ്റർ ഇട്ട് കൊടുത്ത്, അത് എന്തിന്റെ എക്സാമ്പിളാ, ക്യാരക്ടർ ഡാറ്റ ടൈപ്പിന്റെ എക്സാമ്പിളാ. ഇതൊരു എസ്കേപ്പ് സീക്വൻസ് ആണ്. സോ ആൽഫബറ്റ്സ് എല്ലാം എന്താണ്, ക്യാരക്ടർ ഡാറ്റ ടൈപ്സ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് ഇന്റ്. ഇന്റ് എന്തെന്നാ, ഇന്റിജർ വാല്യൂസ്. അതായത് നമുക്ക് എന്തെങ്കിലും നമ്പേഴ്സോ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ കൊടുക്കും, ഇന്റിജറിനെ കൊടുക്കും, ഇന്റിനെ കൊടുക്കും. അപ്പൊ ഇന്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് എന്തിനുള്ളതാണ്, നമ്മളെ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ആരുള്ളത്, ഇന്റ് ഉള്ളത്. അതിന് എത്ര ബൈറ്റ്സ് വേണം, 4 ആണ് വേണ്ടത്, 4 ബൈറ്റ്സ് ആണ് വേണ്ടത്. അപ്പൊ ഒന്നുകൂടെ നോക്കി, വോയിഡ് നള്ളായിരുന്നു, എം ടി ആയിരുന്നു. സോ ബൈറ്റ്സ് എത്രയെന്ന്, 0 ആയിരുന്നു. പിന്നെ പറഞ്ഞതാണ് ക്യാർ. ക്യാറിൽ ഒരു ലെറ്റർ സ്റ്റോർ ചെയ്യാൻ എത്ര വേണം, ഒരു ബൈറ്റ് വേണം. നെക്സ്റ്റ് ആണ് ഇന്റ് അഥവാ ഇന്റിജർ വാല്യൂസ്. ഇന്റിജർ വാല്യൂസ് അതായത് ഫുൾ ആയിട്ടുള്ള നമുക്ക് ഇന്റിജറും ഫ്ലോട്ട് നമ്പേഴ്സ് ഒക്കെ എന്താണെന്ന് അറിയാം. ടീച്ചർ പ്രത്യേകം എടുത്ത് പറയണില്ല, നമ്മളതൊക്കെ പഠിച്ച് 6th ചാപ്റ്ററിൽ എത്തി. ഇന്റിജർ എന്ന് പറഞ്ഞാൽ ഇന്റിജർ എന്താണെന്ന് അറിയണം കേട്ടോ. ഇന്റിജർ വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യുക. ഇന്റിജർ എന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ ആയിട്ട് ഡെസിമൽ പാർട്ട് വരാത്ത നമ്പേഴ്സ്, 20, 25 എക്സെട്ര, പോയിന്റ് വരരുത്, അതാണ് ആര്, ഇന്റിജേഴ്സ്. അതിന് എത്ര വേണം, 4 ബൈറ്റ്സ് ആണ് വേണ്ടത്. ഇനി അടുത്ത ആളെ നോക്കി, ഇനി അടുത്ത ആളാണ് ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ റിയൽ വാല്യൂസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്തിനുള്ളതാണ്, അതാണ് നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് വരെ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളത്. അതായത് 0.1, 25.5 അങ്ങനെ പോയിന്റ്സ് വേണത്. ഫ്രാക്ഷൻ വരെ നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻഡും ഫ്ലോട്ടും തമ്മിൽ എന്താ ഡിഫറൻസ്, ഇൻഡ് എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ടുള്ള നമ്പർ ആണ്, അവിടെ ഫ്രാക്ഷണൽ പാർട്ട് വരുന്നില്ല, പോയിന്റ്സ് വരുന്നില്ല. പക്ഷെ ഫ്ലോട്ടിലാണെങ്കിലോ പോയിന്റ്സ് വരും, അത്രയുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് ആണ് അതിൽ യൂസ് ചെയ്യുന്ന ബൈറ്റ്സ് എത്രയാ, മെമ്മറി സ്പേസ് എത്രയാ, 4 ബൈറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. എവിടെയാ, ഫ്ലോട്ടിന്റെ അകത്ത്. അതാണ് ഡിഫറൻസ്, ഇൻഡിലും ഫ്ലോട്ടിലും 4 ആണ്. ഇനി നെക്സ്റ്റ് ആണ് ഡബിൾ. ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം ഫ്ലോട്ടിന്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അതായത് നമ്മളെ പോയിന്റ്സ് വരുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ തന്നെയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക, ഡബിളിനെ യൂസ് ചെയ്യുക. പക്ഷെ അതിന് പ്രിസിഷൻ കൂടുതലായിക്കോളും, കുറച്ചും കൂടി വലിയ നമ്പേഴ്സ്, അങ്ങനെ ആലോചിച്ചാൽ മതി. ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ, റിയൽ വാല്യൂസ് മോർ പ്രിസിഷൻ ദാൻ ഫ്ലോട്ട്. നമ്മളെ ഫ്ലോട്ട് പോലെ തന്നെയാണ്, പക്ഷെ എന്താ ഡിഫറൻസ്, ഒന്നുകൂടെ പ്രിസിഷൻ കൂടുതലായിക്കോളും, അതായത് നമ്മളെ വാല്യൂ കുറച്ചും കൂടെ കടുകട്ടി വേർഡ് ആയിക്കോളും, ഇത്രയുള്ളൂ. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് എന്താ, ഡബിൾ യൂസ് ചെയ്യുന്ന ബൈറ്റ്സ് എത്രയാണ്, 8. ഓക്കെ, എക്സാമ്പിൾ ഓക്കെ, 5.6 -89.5. രണ്ട് എന്തിന് എക്സാമ്പിളാ, ഫ്ലോട്ടിനും ഡബിളിനും. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ റിയൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ. ഡബിൾ എന്താ, റിയൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ തന്നെ, പക്ഷെ എന്താ, മോർ പ്രിസിഷൻ ദാൻ ഫ്ലോട്ട്.
പ്ലോട്ടിനായാലും കുറച്ചും കൂടെ പ്രിസിഷൻ കൂടാണ്. ആയിരിക്കും നമ്മളെ ഡബിളിന്. അതിൽ യൂസ് ചെയ്യുന്നത് നേരെ ഡബിൾ ആയിട്ടുള്ള ബൈറ്റ്സ്. 4, 8. 4 ആയിരിക്കായിരുന്നു പ്ലോട്ടിനായിരുന്നു, ഡബിളിനോ 8. അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. സോ നമുക്ക് നോക്കി ഈ മെമ്മറി ബൈറ്റ്സ് എന്തായാലും നോക്കി വെക്കണം. വോയിഡ് ആണെങ്കിൽ 0, ക്യാർ ആണെങ്കിൽ 1, ഇന്റ് ആണെങ്കിൽ 4, ഫ്ലോട്ട് 4, ഡബിൾ 8. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് കേട്ടോ, നമ്മളിപ്പോ ചെയ്യണതെല്ലാം എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഓക്കെ, അറേഞ്ച് ദ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ മെമ്മറി റിക്വയർമെന്റ്സ്. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടില്ല, നമ്മളോട് പറയണത് ഇവിടെ ഉള്ള നമുക്കുള്ള ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ത് ചെയ്യണം, അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എന്തിന്റെ ബേസിലാണ്? അവരെ യൂസ് ചെയ്യണം മെമ്മറിയുടെ ബേസിലാണ്. അതായത് നമ്മളിപ്പോ പഠിച്ചില്ലേ, നമ്മൾ എന്താ പഠിച്ചത്? ഈ പറഞ്ഞ സാധനം ഇവിടെ മെമ്മറി ബൈറ്റ്സ് ഒക്കെ നോക്കിയില്ലേ, അതിനാ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അതായത് ഏറ്റവും കുറവ് മെമ്മറി യൂസ് ചെയ്യണ തൊട്ട് ഏറ്റവും കൂടുതൽ മെമ്മറി യൂസ് ചെയ്യണ വരെ, അതാണ് അതിന്റെ ഓർഡർ. ഓക്കെ, അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞത് ചെറുതീന്ന് വലുതിലേക്ക്. അപ്പൊ ഏറ്റവും കുറവായിരിക്കാം യൂസ് ചെയ്യണത് നമ്മളെ വോയിഡിനാണല്ലേ. അത് കഴിഞ്ഞിട്ട് ആര് വരും? ക്യാർ വരും. പിന്നെ ഇന്റ്, ഫ്ലോട്ട്, ഏറ്റവും കൂടുതലായിരിക്കാണ് ഡബിളിന്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഓർഡറിൽ എഴുതി വെക്കാം. ഇവിടെ നോക്കിയേ, ഏറ്റവും കുറവായിരിക്കാണ് വോയിഡിന്. അതിനുശേഷം ആര് വന്ന്? ക്യാർ വന്ന്, പിന്നെ ഇന്റ് വന്ന്, ഫ്ലോട്ട് വന്ന്, ഡബിൾ വന്ന്. 0, 1. ക്യാറിന് എത്രയായിരുന്നു? 1 ആയിരുന്നു. ഇന്റിനോ 4, 4, 8. ആ മെമ്മറി റിക്വയർമെന്റിന്റെ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്ത്? അസെൻഡിങ് ഓർഡറിൽ എഴുതി വെച്ച്. സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കിക്കോട്ടോ. റൈറ്റ് ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഓഫ് C++ വിത്ത് ഇറ്റ്സ് സിംബൽസ്. എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്? നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ തൊട്ട് പഠിക്കണേണ് ആരാ? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. എന്തൊക്കെയായിരുന്നു? ആൻഡും, നോട്ടും, ഓർ. 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ നോക്കിയേ, ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ ആൻഡ്. ആൻഡിന്റെ സിമ്പിൾ എന്താ? 2 ആൻഡ്. നെക്സ്റ്റ് എന്താ? ഓർ. ഓറിന്റെ സിമ്പിൾ എന്താ? ഇങ്ങനെ ഒരു വര, 2 വര. ഓക്കെ, അതാണ് എന്ത്? ലോജിക്കൽ ഓർ ആൻഡ് നോട്ട്. ഒരു എക്സ്ക്ലമേറ്ററി മാർക്കാണ് എന്തിന്റെ സിമ്പിൾ? നോട്ടിന്റെ സിമ്പിൾ. അപ്പൊ എന്താ ഏതൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്? ലോജിക്കൽ ആൻഡ് ഉണ്ട്, ലോജിക്കൽ ഓർ ഉണ്ട്, ലോജിക്കൽ നോട്ട് ഉണ്ട്. ആൻഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, ഓർ എന്ന് പറഞ്ഞാലോ അഡീഷൻ, നോട്ട് എന്ന് പറഞ്ഞാൽ 0 കൊടുത്താൽ 1 ആക്കും, 1 കൊടുത്താൽ 0 ആക്കും. അതൊക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചു. ഈ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഈ നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഈസ് ടൈപ്പ് പ്രൊമോഷൻ ഇൻ C++? എന്നാണ് ടൈപ്പ് പ്രൊമോഷൻ? ടൈപ്പ് പ്രൊമോഷന് തന്നെ നമ്മൾ വേറൊരു പേരും കൂടെ പഠിച്ചത്. എന്താണ്? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. അതിന്റെ വേറെ പേരാണ് എന്ത്? ടൈപ്പ് പ്രൊമോഷൻ. അതിന് മുമ്പ് നമുക്ക് എന്താ നോക്കട്ടെ. ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ ഡാറ്റ ടൈപ്പിനെ നമ്മൾ എന്താക്കി മാറ്റും? ഹയർ ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റും. അത്രേ ഉള്ളൂ. ലോവർ ഡാറ്റ ടൈപ്പിനെ ഹയർ ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റും. ആരാണ് ഇതൊക്കെ ചെയ്യണത്? നമ്മളെ കമ്പൈലർ ഇന്റേണലി ആണ് ചെയ്യണത്. അതായത് കമ്പൈലർ തന്നെ ചെയ്യുന്നത് ലോവർ ഡാറ്റ ടൈപ്പിനെ ഹയർ ആക്കി മാറ്റും. ആരാ ചെയ്യണത്? കമ്പൈലർ. അയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യും, കമ്പ്യൂട്ടർ തന്നെ ഇരുന്ന് ചെയ്യും. അതിന് നമുക്ക് എന്ത് പറയാ? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയാം. വേറൊരു സാധനം കൂടി ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ്. അത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ എന്താ ആരാ ചെയ്യണത്? നമ്മളുടെ യൂസർ, നമ്മൾ പ്രോഗ്രാമർ ആണ് ചെയ്യേണ്ടത്. ഇവിടെ ആരാ ചെയ്യണത്? ടൈപ്പ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ നമ്മളെ കമ്പൈലർ ഇന്റേണലി അയാൾ തന്നെയാണ് ചെയ്യണത്. ഓക്കെ, മറ്റേതാണെങ്കിൽ പ്രോഗ്രാമർ എക്സ്പ്ലിസിറ്റ്ലി ആണ് ചെയ്യണത്, പ്രോഗ്രാമർ ആണ് ചെയ്യണത്. ഓക്കെ, ആ കൺവേർഷൻ ടു എനി ഡാറ്റ ടൈപ്പ് ക്യാൻ ബി ടു എനി ഡാറ്റ ടൈപ്പ് ആണ്. നമ്മളിവിടെ ചോദിച്ചേക്കുന്നത് ടൈപ്പ് പ്രൊമോഷൻ ആണ്, നോക്കിയാൽ മതി. ഓക്കെ, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഈസ് പെർഫോംഡ് ബൈ C++ കമ്പൈലർ ഇന്റേണലി. C++ എന്ത് ചെയ്യും? കമ്പൈലർ തന്നെ ഇന്റേണലി അയാൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്തോളും. ഇനി എന്താ പറയണത്? ഇൻ എക്സ്പ്രഷൻസ് വേർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ആർ ഇൻവോൾവ്ഡ്, C++ converts lower sized operands of the data to higher sized operands. നമ്മളുടെ വലിയ ഡാറ്റ ടൈപ്പിനെ ഹയർ ഡാറ്റ ടൈപ്പിന് ലോവർ ഡാറ്റ ടൈപ്പിന് എന്താക്കി മാറ്റും? ഹയർ ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റും. അത്രേ ഉള്ളൂ. ഇവിടെ നോക്കി, സിൻസ് ദ കൺവേർഷൻ ഈസ് ഓൾവേസ് ഫ്രം ലോവർ ടൈപ്പ് ടു ഹയർ ടൈപ്പ്. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യണ്ട, നിങ്ങൾ ഓൺ വേർഡ്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്ത് ചെയ്യും? ലോവർ ഡാറ്റ ടൈപ്പിനെ എന്താക്കി മാറ്റും? ഹയർ ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റും. അപ്പൊ എന്താണ്? ചെറിയ ആൾക്ക് വലിയ ആളായിട്ട് പ്രൊമോഷൻ കിട്ടല്ലേ. ഇവിടെ ചെറിയൊരാൾക്ക് എന്തായിട്ട് കിട്ടുന്നത്? വലിയൊരു പദവിയിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. സോ നമുക്ക് എന്തും കൂടെ പറയാം? ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയാം. ചെറിയ ആൾക്ക് എന്ത് കിട്ടിയാണ്? വലിയ ആളായിട്ട് പ്രൊമോഷൻ കിട്ടുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ടൈപ്പ് പ്രൊമോഷൻ എന്നും പറയാം. ഇതിന് വേറെ പേര് എന്താണ്? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് ചോദിക്കാം, ടൈപ്പ് പ്രൊമോഷൻ ചോദിക്കാം. രണ്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് കേട്ടോ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. നമ്മളിവിടെ കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകണുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യണത്, നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യണില്ല.
സോ നിങ്ങൾ ചാപ്റ്റർ എന്താന്ന് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് കാണുന്നേക്കുള്ളൂ നല്ലത്. ഓക്കെ, നമ്മളിവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരണന്നാണ് പറഞ്ഞു പോണത് അല്ലെ. നിങ്ങൾക്ക് പല രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. സോ ആ ചോദിക്കുന്ന രീതികളാണ് നമ്മൾ പറഞ്ഞു പോണത്. സോ എന്ത് ചെയ്യാ, ചാപ്റ്റർ മര്യാദക്ക് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരണന്ന് ഇവിടെ വന്ന് നോക്കി മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഈസ് ദ റോൾ ഓഫ് കമന്റ്സ് ഇൻ C++ കോഡ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്പ്. കമന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കമന്റ്സ് ഒക്കെ പറയാം. കമന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനു മുന്നേ നമുക്ക് ഡോക്യുമെന്റേഷൻ എന്താന്ന് അറിയണം. നമ്മൾ പഠിച്ചതാണ് 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് എന്ത്? ഡോക്യുമെന്റേഷൻ. അതായത് ഇപ്പൊ നിങ്ങൾ മാത്സ് ഒക്കെ പഠിക്കൂലേ, മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ വലിയ പ്രോബ്ലം ആണ് നിങ്ങൾ എന്ത് ചെയ്യും, മലയാളത്തിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ സൈഡിൽ എഴുതി വെക്കൂലേ. നമുക്ക് ഇപ്പൊ അറിയാം, പക്ഷെ എന്തെങ്കിലും കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, മനസ്സിലാവണം. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബുക്കിന്റെ സൈഡിൽ എന്താന്ന് വെച്ചാൽ ടീച്ചറൊക്കെ അങ്ങനെയാണ്, ബുക്കിന്റെ സൈഡിൽ എന്ത് ചെയ്യും, മലയാളത്തിലാ ഇംഗ്ലീഷിൽ എന്താ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, എഴുതി വെക്കും. അതെന്തിനാണ്, നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ എന്താണ് എഴുതി വെച്ചത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലെ. അത് തന്നെയാണ് എന്ത്, കമന്റ്സ്, ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രോഗ്രാം ഒക്കെ എഴുതി കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാവണം. നമ്മൾ എഴുതിയ പ്രോഗ്രാം എന്താ നമുക്ക് മനസ്സിലാവണ്ടേ. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ലാംഗ്വേജിൽ കമന്റ്സ് എഴുതി വെക്കും സൈഡിൽ. അതിന് നമ്മൾ എന്ത് പറയും, ഡോക്യുമെന്റേഷൻ എന്ന് പറയും. ആ എഴുതണേനാണ് നമ്മൾ എന്ത് പറയാ, കമന്റ്സ് എന്ന് പറയാം. നമ്മൾ ആ സൈഡിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കൂലേ, അതാണ് എന്ത്, കമന്റ്സ്. അപ്പൊ നോക്കിയേ, കമന്റ്സ് പ്രൊവൈഡ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ ഓഫ് എ പ്രോഗ്രാം. ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എഴുതുന്ന പ്രോസസ്സ്, അത്രേ ഉള്ളൂ. കമന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റേണൽ ഡോക്യുമെന്റേഷൻ. അതായത് നമ്മൾ സൈഡിൽ എഴുതി വെക്കണം. അങ്ങനെ എഴുതുമ്പോൾ വെറുതെ കയറി നമ്മൾ ബുക്കിൽ എഴുതുന്ന പോലും നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് 2 രീതിയിലാണ് കമന്റ്സ് എഴുതാൻ പറ്റുക. സിംഗിൾ ലൈൻ കമന്റും ഉണ്ട്, മൾട്ടിപ്പിൾ ലൈൻ കമന്റും ഉണ്ട്. അതായത് സിംഗിൾ ലൈൻ ആയിട്ടുള്ള കമന്റ് ആണെങ്കിൽ നമ്മൾ എന്തിലും എഴുതും, ഇതേപോലെ 2 വര ഇട്ടിട്ട് എഴുതും. ഈ 2 വര ഈസ് യൂസ്ഡ് ടു റൈറ്റ് സിംഗിൾ ലൈൻ കമന്റ്. സിംഗിൾ ലൈൻ കമന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 2 വര ഇട്ടും കണ്ട് അതിന്റെ അപ്പുറത്തായിക്കോട്ടെ എഴുതാം. അതായത് നമ്മളെ കമ്പൈലർ എക്സിക്യൂഷന്റെ സമയത്ത് ഈ 2 വര, അതായത് നമ്മളെ സിംഗിൾ ലൈൻ കമന്റ് സിമ്പിൾ കണ്ടാൽ പിന്നെ എന്ത് ചെയ്യൂല, അപ്പുറത്തേക്ക് റീഡ് ചെയ്യൂല. അതാണ് ഈ കമന്റ്സ് എന്തിനുള്ള, അപ്പുറത്തേക്ക് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷന്റെ സമയത്ത് എന്ത് ചെയ്യണ്ട, അതിന് നോക്കേണ്ട കാര്യമില്ലല്ലോ. സോ എന്ത് ചെയ്യൂല, അത് ആ 2 വര കണ്ടാൽ അതിന്റെ അപ്പുറത്തേക്ക് റീഡ് ചെയ്യൂല. അതാണ് കമന്റ്സിന്റെ സിംബൽസിന്റെ ഉപയോഗം. ഇനി നെക്സ്റ്റ് നോക്കിയേ, മൾട്ടിപ്പിൾ ലൈൻ കമന്റ്, എനിത്തിങ് റിട്ടൺ ഇൻസൈഡ്. ഒരു വര, സ്റ്റാർ ആൻഡ് സ്റ്റാർ വര ആർ നോൺ ആസ് മൾട്ടിപ്പിൾ ലൈൻ കമന്റ്. അതായത് നമുക്ക് കുറെ കാര്യങ്ങൾ എഴുതാനുണ്ട്. സിംഗിൾ ലൈൻ കമന്റ് നമ്മൾ സിംഗിൾ ലൈൻ ആണ്, അത് എന്തിനുള്ളിൽ എഴുതാം, നമുക്ക് 2 സ്ലാഷ് ഇട്ട് എഴുതാൻ പറ്റും. ഇവിടെ ആണെങ്കിലോ മൾട്ടിപ്പിൾ ലൈൻ കമന്റ്, എനിത്തിങ് റിട്ടൺ ഇൻ സ്ലാഷ് സ്റ്റാർ ആൻഡ് സ്റ്റാർ സ്ലാഷ് ആർ നോൺ ആസ് മൾട്ടിപ്പിൾ ലൈൻ കമന്റ്. നമുക്ക് കുറെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ലാഷ് സ്റ്റാർ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതും, സ്റ്റാർ സ്ലാഷ് ഇട്ട് ക്ലോസ് ചെയ്യും. അങ്ങനത്തെ സ്ലാഷും സ്റ്റാറും ഈ സ്ലാഷ് ഒക്കെ കണ്ട എന്ത് ചെയ്യില്ല, നമ്മളെ കമ്പൈലർ എന്ത് ചെയ്യില്ല, റീഡ് ചെയ്യൂല. സോ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം, നമ്മളെ പ്രോഗ്രാമിന് അത് ബാധിക്കൂല. അതെന്തിനുള്ളതാണ്, നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് കുറച്ചാളുമ്പോൾ നമ്മൾ പ്രോഗ്രാം നോക്കുമ്പോൾ മനസ്സിലാവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ആരുള്ളത്, കമന്റ്സ് ഉള്ളത്. നമുക്ക് കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് എടുത്തൊന്ന് വായിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ 2 ടൈപ്പിൽ എഴുതാൻ പറ്റും, സിംഗിൾ ലൈൻ കമന്റ് ആയിട്ടും മൾട്ടിപ്പിൾ ലൈൻ കമന്റ് ആയിട്ടും. ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറേ ഇല്ല. അടുത്ത നോക്കിയേ, ഡിഫൈൻ ദ ടൈം വേരിയബിൾ, റൈറ്റ് ദ കറക്റ്റ് സിന്റാക്സ് ടു ഡിക്ലെയർ എ വേരിയബിൾ. അതാണല്ലേ ക്വസ്റ്റ്യൻ. എന്നാണ് വേരിയബിൾ എന്നാണ് ചോദിച്ചേക്കണത്. എന്താണ് വേരിയബിൾ? അതായത് നമുക്ക് കുറെ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് കാര്യം സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും, മെമ്മറി ലൊക്കേഷനുള്ളിൽ കൊണ്ട് സ്റ്റോർ ചെയ്യും. ഈ മെമ്മറി ലൊക്കേഷന് നമ്മൾ ഒരു പേരിട്ട് കൊടുക്കും. അതിന് നമുക്ക് എന്ത് പറയാ, വേരിയബിൾ എന്ന് പറയാം. എനിക്കൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, ഞാൻ അതിലിടുന്ന പേര് എ എന്നാണെങ്കിലോ എന്റെ വേരിയബിൾ ആണ് എ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോർ ചെയ്യണം, ആ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനൊരു ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷൻ ഞാൻ കൊടുക്കുന്ന പേരാണ് എന്ത്, വേരിയബിൾസ്. അപ്പൊ നോക്കിയേ, വേരിയബിൾസ് ആർ നെയിംസ് ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻസ്. മെമ്മറി ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന പേരാണ് എന്ത്, വേരിയബിൾ. അത് ഡിക്ലെയർ ചെയ്യാൻ ഒരു സിന്റാക്സ് ഉണ്ട്. ആ സിന്റാക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം, നമ്മൾ കൊടുക്കുന്ന ഡാറ്റേന്റെ ടൈപ്പ് കൊടുക്കുക, ഒരു സ്പേസ് ഇടുക, വേരിയബിൾ നെയിം, അതായത് നമ്മൾ കൊടുക്കുന്ന ലൊക്കേഷന്റെ പേര് എ ബി അനുസരിച്ച് എന്താന്ന് വെച്ചാൽ കൊടുക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, ഒരു സെമിക്കോളൻ ഇട്ട് അവസാനിപ്പിക്കാം. അതാണ് എന്തിന്റെ സിന്റാക്സ്, ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാനുള്ള സിന്റാക്സ്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാ, ഡാറ്റ ടൈപ്പ് നമുക്ക് ഇന്റ് ആണ് കൊടുക്കണമെങ്കിൽ ഇന്റ്, വേരിയബിളിന്റെ പേര് എ ആണെങ്കിൽ ഇന്റ് എ സെമിക്കോളൻ, അല്ലെങ്കിൽ ക്യാർ എ സെമിക്കോളൻ. ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് കൊടുക്കുക, അതിന്റെ അപ്പുറത്ത് എന്ത് ചെയ്യണം, നമ്മളെ വേരിയബിളിന് ഒരു പേരിട്ട് കൊടുക്കുക, സെമിക്കോളൻ ഇട്ട് അവസാനിപ്പിക്കുക. ഇതാണ് അതിന്റെ സിന്റാക്സ്. ഇതാണ് സിന്റാക്സ്, എന്ത്, ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം. എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, എക്സാമ്പിൾ ഡാറ്റ ടൈപ്പിന് ഒരു എക്സാമ്പിൾ ഇൻഡാ, ഫ്ലോട്ടാ, വോയിഡാ, ക്യാർ എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ഒരു പേര്, എന്ത്, നമ്മളെ വേരിയബിൾ എ ബി എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഒരു സെമിക്കോളൻ ഇട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കേ,
ദ ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ്ഡ് ഇൻ C++. നമ്മൾ ഡാറ്റ ടൈപ്പിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ആരൊക്കെ? ഓപ്പറേറ്റേഴ്സ് അല്ല, ടൈപ്പ് മോഡിഫയേഴ്സ് ആണ് ആരൊക്കെ? 3 ആൾക്കാരാണ് ഉള്ളത്. സൈൻഡ്, അൺസൈൻഡ്, ലോങ് ആൻഡ് ഷോർട്ട്. അതിങ്ങനെ ചോദിക്കാറുള്ളൂ, 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ആ പേര് മാത്രം എഴുതി വെച്ചാൽ മതി. ടൈപ്പ് മോഡിഫയേഴ്സ് ആരൊക്കെയാണ് അപ്പ? സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. അതങ്ങനെ ചോദിക്കാറുള്ളൂ, അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ആണ് റൈറ്റ് ദ സിംബൽസ് ഓഫ് ദ ഫോളോവിങ് C++ ഓപ്പറേറ്റേഴ്സ്. കുറച്ച് ഓപ്പറേറ്റേഴ്സ് നാം പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് എന്താ എഴുതാൻ പറഞ്ഞേക്കുന്നത്? സിമ്പിൾ ആണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ, കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ എങ്ങനെയാണ് നമ്മൾ എഴുതാ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു കോളൻ. അതാണ് എന്തിന്റെ സിമ്പിൾ? കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ സിമ്പിൾ. ഈ ബി ക്വസ്റ്റ്യൻ നോക്കിയേ, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എങ്ങനെയാണ്? 2 ലെസ് ദാൻ സിമ്പിൾസ് ആണ്. ഓക്കെ, അതാണ് എന്ത്? നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ. നമ്മൾ സീനൊക്കെ യൂസ് ചെയ്യില്ലേ? സീന് യൂസ് ചെയ്യുന്നതാണ് എന്ത്? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. നെക്സ്റ്റ് ആണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് +1 ചെയ്യാം, നമ്മൾ x++. അപ്പൊ അതിന്റെ മീനിങ് എന്താ? x+1. ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പഠിച്ചേട്ടാ. x+1 എന്നാണ് അതിന്റെ മീനിങ്. സോ നമുക്ക് പ്ലസ് അതാണ് എന്തിന്റെ? ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിന്. അതായത് 1 കൂട്ടി കൊടുക്കണമെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും? ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അപ്പൊ സി നോക്കിയേ, +++. അതാണ് എന്ത്? ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. നെക്സ്റ്റ് നോക്കിയേ, നോട്ട് ഓപ്പറേറ്റർ. നമ്മൾ ലോജിക്കൽ നോട്ട് പഠിച്ചില്ലേ? അതിലത്തെ സിമ്പിൾ ഏതാ? നോട്ട് ഓപ്പറേറ്ററിന്റെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക്. സോ നോട്ട് ഓപ്പറേറ്റർ ആണെങ്കിൽ എക്സ്ക്ലമേറ്ററി മാർക്ക്. ഓർ ആണെങ്കിലോ? ഓർ ആണെങ്കിൽ എങ്ങനെയെന്ന്? 2 വര. നമ്മൾ ആൻഡ് ആണെങ്കിലോ? 2 ആൻഡിന്റെ സിമ്പിൾ. ഓക്കെ, അങ്ങനെ ചോദിക്കാറുണ്ട്, സിമ്പിൾസ് ചോദിക്കാറുണ്ട്. അതെ, ആൻഡ് ഓറും കാണിച്ചു തരാം. നമ്മളെ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, അവിടെ ലോജിക്കൽ ഓർ. ഓക്കെ, സിമ്പിൾസ് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ്, write the value returned by the following C++ expressions if x equal to 10 and y equal to 20. Xന്റെ വാല്യൂ അവർ എന്ത് തന്നിട്ടുണ്ട്? 10 എന്ന് തന്നിട്ടുണ്ട്. വൈയുടെ വാല്യൂ 20. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ എക്സിനും വൈക്കൊക്കെ ആ വാല്യൂസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സെയിം ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. x greater than 15. x എത്രയാണ്? 10. സോ 10 greater than 15. ഈ സിമ്പിൾ എന്തിന്റെ സിമ്പിൾ ആണ്? ഓറിന്റെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലോജിക്കൽ ആൻഡ് ഓർ ഒക്കെ പഠിച്ചപ്പോൾ സിമ്പിൾസ് നോക്കി വെക്കണം എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ യൂസ്? ഇതെന്താണ്? ഓർ. സോ ഓർ y greater than 15. y എത്രയാ? 20. 20 greater than 50. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കണത്. ഇനി നമുക്ക് നോക്കാം കേട്ടോ, ഇതിൽ ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് നോക്കിയാൽ മതി. നോക്കിയേ, 10 greater than 50. ഇവര് പറയാണ് 10 ആണ് 15-നേക്കാട്ടിലും വലുതെന്ന്. ശരിയാണോ? അല്ലല്ല, 10 അല്ലല്ലോ 15 വലുത്. സോ അതെന്താണ്? ഫാൾസ് ആണ്. ശരിയാണെങ്കിൽ നമ്മ 1 ഇടും. ട്രൂ ആണെങ്കിൽ നമ്മ എന്തിട്ട് കൊടുക്കും? 1 ഇട്ട് കൊടുക്കും. ഫാൾസ് ആണെങ്കിലോ 0 ഇട്ട് കൊടുക്കും. ഇവിടെ അവര് പറഞ്ഞേക്കണ എന്താ? 10 greater than 15. 10 ആണ് 15-നേലും വലുതെന്ന്. സോ എന്താണ് അത്? ആൻസർ തെറ്റാണ്, ഫാൾസ് ആണ്. സോ നമുക്ക് എന്തിട്ട് കൊടുക്കാം? 0 ഇട്ട് കൊടുക്കാം. 0. ഈ ഓർന്ന് പറഞ്ഞ എന്താ? പ്ലസ് എന്നാണ് അർത്ഥം. ഓർന്ന് പറഞ്ഞ എന്താ? പ്ലസ്. 0 പ്ലസ് 20 greater than 50. 20 ആണ് 15-നേക്കാട്ടിലും വലുത്. ശരിയാണല്ലേ? 20 ആണ് 15-നേക്കാൾ വലുത്. അപ്പൊ അത് ശരിയാണ്. ശരിയാവുമ്പോൾ നമ്മൾ എന്തിട്ട് കൊടുക്കും? 1 ഇട്ട് കൊടുക്കും. അതായത് 0 plus 1. 0 plus 1 എത്രയാണ്? 0 plus 1 എന്ന് പറഞ്ഞാൽ 1. അതായത് നമ്മളെ ആൻസർ എന്താ? ട്രൂ ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ. നമ്മളെ ആൻസർ എന്താണ്? ട്രൂ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫാൾസ് ഓർ ട്രൂ എന്ന് വെച്ചാൽ എന്താ? 0 plus 1, അതായത് ട്രൂ. നിങ്ങൾ ഇങ്ങനെ ട്രൂ ഓർ ഫാൾസ് ഇങ്ങനെ തന്നെ എഴുതുന്നില്ല കേട്ടാ. നിങ്ങൾ ഇങ്ങനെ ന്യൂമറിക് ആയിട്ട് എഴുതിയാലും ഒരു കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് നോക്കിയേ, x greater than 15. x എത്രയാണ്? 10. 10 എന്താണ്? ഇങ്ങനെ എഴുതി വെക്കരുത്. ഇത്രയും നിങ്ങൾ പേപ്പറൊക്കെ കുറെ പേര് ഇത്രയും എഴുതി വെച്ച് നിർത്തി. അങ്ങനെ ആക്കരുത് കേട്ടാ. ഫൈനൽ ആൻസർ വരെ എഴുതി വെക്കണോട്ടാ. ഇനി നെക്സ്റ്റ് നോക്കിയേ, 10. x എന്ന് പറഞ്ഞാൽ എത്രയാ? 10. 10 greater than 50 എന്നാണ് പറഞ്ഞേക്കണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ആൻഡ് y എത്രയാ? 20. 20 greater than 50. അപ്പൊ നമുക്ക് നോക്കാം കേട്ടാ. 10 greater than 15. 15-നേക്കാട്ടിലും വലുതാണ് 10. ശരിയാണോ? അല്ല അല്ലെ? തെറ്റാണ്. 10 15-നേക്കാളും വലുതൊന്നല്ല. സോ നമുക്ക് എന്ത് പറയാ? ഫോൾസ് ആണ്, 0. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, സ്റ്റാർ ആണ്. ഓക്കെ,
രണ്ട് മാറിപ്പോയത് ആൻഡും ഓറും തമ്മില്. നെക്സ്റ്റ് എന്താ 20 ഗ്രേറ്റർ ദാൻ 15. 20 15 വലുതാണ്, ശരിയാണല്ലേ? 20 15 വലുത്, ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കുക? 1 കൊടുക്ക. അതായത് 0 സ്റ്റാർ 1 എന്ന് വെച്ചെന്താ 0 × 1 മൾട്ടിപ്ലിക്കേഷൻ. 0 × 1 ചെയ്താൽ എന്ത് തന്നെ കിട്ടും? നമുക്ക് 0 തന്നെ കിട്ടും. 0 × എന്ത് ചെയ്താലും 0 ആണ്. സോ നമ്മളെ ആൻസർ എന്താണ്? ഫാൾസ് ആണ്. 0 എന്ന് പറഞ്ഞാൽ എന്താ? ഫാൾസ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയത് 0 × 1 ഫാൾസ്. രണ്ടാമത്തെ ആൻസർ എന്താണ്? ഫാൾസ്. ഒന്നാമത്തെ ആൻസർ ട്രൂ. നെക്സ്റ്റ് നോക്കിക്കോട്ടാ. നോട്ട് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് വെച്ചാൽ എന്താ? നോട്ട് എക്സ് എത്രയാണ്? 10. 10 ഗ്രേറ്റർ ദാൻ 20. അതായത് നമ്മളോട് പറയണേ 10 20 വലുതല്ല. നോട്ട് 10 വലുത് ദാൻ 20 എന്ന് വെച്ചാൽ എന്താ? 10 20 വലുതല്ല. അവർ തന്നെ പറയണേ നോട്ടാണെന്ന്. 10 20 വലുതല്ല എന്ന് അവർ തന്നെ പറയണ്. സോ എന്താണ് കണ്ടീഷൻ? ശരിയാണ്. അവർ നമുക്ക് പറഞ്ഞു തന്നില്ലേ 10 20 വലുതല്ല. ഇവിടെ എന്താ പറഞ്ഞത്? 10 20 വലുതെന്ന് ഇവിടെ പറഞ്ഞു നോട്ട്. സോ നോട്ട് 10 20 വലുത്. സോ ശരിയായില്ലത്. കണ്ടീഷൻ ശരിയല്ലേ? 10 20 വലുതല്ല എന്ന് അവർ തന്നെ പറഞ്ഞു നമുക്ക് അല്ലേ? സോ കണ്ടീഷൻ ശരിയാണ്. സോ നമുക്ക് എന്ത് പറയാ? ട്രൂ എന്ന് പറയാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത്രേ ഉള്ളൂ. 0 ആണെങ്കിൽ ഫാൾസ്, 1 ആണെങ്കിൽ ട്രൂ. പിന്നെന്താ? നമ്മൾ ഈ സിമ്പിളാണ് നമ്മളെ പ്ലസിന്റെ സിമ്പിൾ, അതായത് ഓർ. പിന്നെന്താ? ഇതാണ് ആൻഡ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ. അത്ര അറിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യാം. 3 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് കേട്ടാ. ഡിസ്ക്രൈബ് 3 types of C++ expressions with an example. C++ എക്സ്പ്രഷൻസ് ആണ് നമ്മളോട് പറഞ്ഞത്. എന്താണ് ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസിന്റെ കോമ്പിനേഷൻ ആണ് എന്ത്? എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നോക്കിക്കോട്ടാ, നമുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയില്ലേ എക്സ് പ്ലസ് വൈ, അതൊരു എക്സ്പ്രഷൻ ആണ്. നമ്മൾ അതിൽ യൂസ് ചെയ്യണ ഓപ്പറൻസ് ആണ് ഈ എക്സും വൈയും. ഓപ്പറേറ്റർ ആണ് ആര്? പ്ലസ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറയണ 5 + 4 എന്ന് പറഞ്ഞാല് ആ 5ഉം 4ഉം ആണ് എന്റെ എന്ത്? ഓപ്പറേറ്റേഴ്സ്. അതിൽ യൂസ് ചെയ്യണ ഓപ്പറേറ്റർ ആണ് ആര്? പ്ലസ്. ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് വൈ. നമ്മൾ യൂസ് ചെയ്ത് എക്സും വൈയും എന്താണ്? ഓപ്പറൻസ് ആണ്. അതിന്റെ ഓപ്പറേറ്റർ ആണ് ആര്? പ്ലസ്. എക്സ് മൈനസ് വൈ, അപ്പൊ ആരായിരിക്കും ഓപ്പറേറ്റർ? ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ മൈനസ് ആയിക്കോളൂ. ഓപ്പറൻസ് എക്സും വൈയും. 5 - 4 ഓപ്പറേറ്റർ ആരാണ്? നമ്മളെ മൈനസ്. ഈ 5ഉം 4 ആരാണ്? ഓപ്പറൻസ്. ഈ രണ്ടാളെ കോമ്പിനേഷൻ ആണെന്ത്? എക്സ്പ്രഷൻ. അതായത് ഓപ്പറേറ്റേഴ്സിന്റെ ഓപ്പറൻസിന്റെ കോമ്പിനേഷൻ ആണ് ആര്? എക്സ്പ്രഷൻ. സോ ഇതൊരു എക്സ്പ്രഷൻ അല്ലേ? ഇവിടെ ഓപ്പറേറ്ററും ഉണ്ട് ഓപ്പറൻസും ഉണ്ട്, രണ്ടാൾക്കാരും ഉണ്ട്. സോ രണ്ടാളെ കോമ്പിനേഷൻ ആയില്ലേ? സോ നമുക്ക് എന്ത് പറയാം? എക്സ് പ്ലസ് വൈ ഒരു എക്സ്പ്രഷൻ ആണെന്ന് പറയാം. 5 + 4 ഓപ്പറേറ്റർ ഉണ്ട് ഓപ്പറൻസ് ഉണ്ട്. ഓപ്പറേറ്റർ ആരാ? പ്ലസ്. ഓപ്പറൻസ് ആരാ? 5ഉം 4ഉം. സോ രണ്ടാളെ കോമ്പിനേഷൻ വന്നില്ലേ? സോ 5 + 4 എന്താണ്? ഒരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേറ്റേഴ്സിന്റെയും ഓപ്പറൻസിന്റെയും കോമ്പിനേഷനെ നമുക്ക് എന്ത് പറയാം? എക്സ്പ്രഷൻ എന്ന് പറയാം. അത് നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയും. നമുക്ക് പല ടൈപ്പ് എക്സ്പ്രഷൻസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യണത് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അരിതമെറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയും. നമ്മൾ യൂസ് ചെയ്യണത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയും. നമ്മൾ യൂസ് ചെയ്യണത് ലോജിക്കൽ ആണെങ്കിലോ ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയും. അത്രേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാ? പ്ലസ് പ്ലസ്, നെഗറ്റീവ് നെഗറ്റീവ്. ഇതൊക്കെ ഇപ്പൊ എന്താണ്? അരിതമെറ്റിക് എക്സ്പ്രഷൻ ആണ്. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആരാണ്? അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമുക്ക് അറിഞ്ഞൂടെ? ഏതൊക്കെയാണ്? പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ. നമ്മൾ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് ആര്? അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അവരെ വെച്ച് യൂസ് പറയുന്ന എക്സ്പ്രഷൻസ് ആണ് എന്ത്? അരിതമെറ്റിക് എക്സ്പ്രഷൻ. നോക്കിയേ, ആൻഡ് എക്സ്പ്രഷൻ in which only arithmetic operators are used is called arithmetic expression. Arithmetic operators മാത്രം യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? arithmetic expression എന്ന് പറയാം. എക്സാമ്പിൾ ഓക്കെ, എക്സ് പ്ലസ് വൈ. ഇവിടെ യൂസ് ചെയ്ത ഓപ്പറേറ്റർ ആരാ? പ്ലസ്. പ്ലസ് എന്തോ ഓപ്പറേറ്റർ? അരിതമെറ്റിക് ഓപ്പറേറ്റർ ആണ്. നെക്സ്റ്റ് ആണ്
റിലേഷണൽ എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ഏതൊക്കെ റിലേഷണൽ ഓപ്പറേറ്റർ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു. ഇവരൊക്കെയാണ് എന്ത്? റിലേഷണൽ ഓപ്പറേറ്റർ. ഇതൊക്കെ നമ്മൾ പഠിച്ചാ കൊടുത്ത് പറയാനുള്ളതുകൊണ്ട്. അപ്പൊ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ അവരൊക്കെയാണ് എന്ത്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇവരെ വെച്ചാണ് നമ്മൾ യൂസ് ചെയ്യണതെങ്കിൽ നമുക്ക് അവരെന്ത് പറയാ? റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കിയേ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ. ഓപ്പറൻസ് ആരാണ്? ആരൊക്കെ? എക്സും വൈ. നമ്മൾ യൂസ് ചെയ്ത ഓപ്പറേറ്റർ ആരാണ്? ഗ്രേറ്റർ ദാൻ. സോ അവിടെ ആരൊക്കെ വന്ന്? ഓപ്പറൻസും വന്ന്, ഓപ്പറേറ്റേഴ്സും വന്ന്. സോ നമുക്ക് എന്ത് പറയാം? അത് റിലേഷണൽ എക്സ്പ്രഷൻ ആണെന്ന് പറയാം. ഓക്കെ, റിലേഷണൽ എക്സ്പ്രഷൻസ് ആർ യൂസ്ഡ് ഇൻ ദിസ് എക്സ്പ്രഷൻ ടു പ്രൊഡ്യൂസ് ബൂളിയൻ ടൈപ്പ് റിസൾട്ട്സ്. ഇത്ര ആലോചിച്ചാൽ മതി, ഇത്രയും പറഞ്ഞാൽ മതി. നമ്മൾ യൂസ് ചെയ്യുന്നത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ അതെന്താണ്? റിലേഷണൽ എക്സ്പ്രഷൻസ് ആണ്. അതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1. ഓക്കെ, ഓക്കെ. ലോജിക്കൽ എക്സ്പ്രഷൻസ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ആദ്യം തന്നെ പഠിച്ച ആരൊക്കെയെന്ന്? ആൻഡ്, നോട്ട്, ഓർ. ഈ 3 ആൾക്കാരാണ് എന്ത്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ലോജിക്കൽ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ലോജിക്കൽ എക്സ്പ്രഷൻ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് ഓർ വൈ, എക്സ് ആൻഡ് വൈ, എക്സ് നോട്ട് വൈ. എനിക്ക് പറഞ്ഞെന്താ? നമ്മൾ യൂസ് ചെയ്ത 3 ഓപ്പറേറ്റേഴ്സ് എന്ത് ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു. സോ നോക്കിയേ, ലോജിക്കൽ എക്സ്പ്രഷൻസ് ആർ കമ്പൈൻ 2 or more റിലേഷണൽ എക്സ്പ്രഷൻസ് വിത്ത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇവിടെ നോക്കിയേ, റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ഉണ്ട്. നമ്മൾ ഈ ലോജിക്കൽ ഓപ്പറേറ്ററിന്റെ പ്രസൻസ് വന്നപ്പോൾ അത് എന്തായി മാറി? ലോജിക്കൽ എക്സ്പ്രഷൻ ആയി മാറി. ഓക്കെ, എക്സാമ്പിൾ നോക്കി വെച്ചോട്ടാ. നെക്സ്റ്റ്, what is the use of keyword const? Give an example. കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ എന്താ? കോൺസ്റ്റന്റ് നമ്മൾ സാധാ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഉള്ള കോൺസ്റ്റന്റ് എന്താ? ചേഞ്ച് ആവൂല അല്ലെ? അയാൾ കോൺസ്റ്റന്റ് ആയിക്കോളൂ. കെ എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റന്റ് ആയിക്കോളൂ. ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മളെ പൈയുടെ വാല്യൂ എത്രയാ? 3.14. അത് എപ്പോഴെങ്കിലും ചേഞ്ച് ആവോ? ചേഞ്ച് ആവൂല. സോ നമുക്ക് എന്ത് പറയാം? പൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസിനെ ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ ആരെ യൂസ് ചെയ്യും? കോൺസ്റ്റന്റ് പറഞ്ഞ കീവേഡിനെ യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, ദ കീവേഡ് const is used to declare and define constant values can never be changed. ഒരിക്കലും ചേഞ്ച് ആവാത്ത കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ ആരെ യൂസ് ചെയ്യും? കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, പ്ലോട്ട് പൈ ഈസ് ഈക്വൽ ടു 3.14. പൈയുടെ വാല്യൂ 3.14 ആണെന്ന് നമ്മൊന്ന് പറഞ്ഞു കൊടുത്തു. അത്രേ ഉള്ളൂ. അതൊരിക്കലും ചേഞ്ച് ആവാൻ പോകില്ല. എക്സിക്യൂഷൻ ടൈമിലൊന്നും ചേഞ്ച് ആവില്ല, കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് അയാൾ എന്തിൽ ഡിക്ലെയർ ചെയ്യാം? കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡിലൂടെ ഡിക്ലെയർ ചെയ്യാം. അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കാറുണ്ട് കേട്ടാ. നെക്സ്റ്റ്, റൈറ്റ് ദ റോൾ ഓഫ് ഹെഡർ ഫയൽസ്. അതിന് മുന്നേ വേറൊരു കാര്യം നോക്കാട്ടോ. നമ്മളുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനും ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്ത്? ബേസിക് സ്ട്രക്ചർ ഓഫ് C++. എന്ന് വെച്ചാൽ എന്താ? നമുക്ക് C++ പ്രോഗ്രാം ഒക്കെ എഴുതണ്ടേ? പ്രോഗ്രാം ഒക്കെ എഴുതുമ്പോൾ നമുക്ക് എന്താണ്? ബേസിക് അല്ല, അതിന്റെ സ്ട്രക്ചർ ഫോളോ ചെയ്യണം. സോ അതിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണത് ഹാഷ് ഇൻക്ലൂഡ് IOStream. അതായത് ഈ IOStream ആണ് നമ്മളെ ഹെഡർ ഫയൽ. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് IOStream IOStream ആണ് നമ്മൾ എന്ത്? ഹെഡർ ഫയൽ. അപ്പൊ നമ്മ എങ്ങനെ പറയാ? ഹാഷ് ഇൻക്ലൂഡ് സ്ട്രക്ചറിൽ കേട്ടാ ഹെഡർ ഫയൽ. ഇങ്ങനെ നമ്മ പറയാം. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ. നമ്മൾ യൂസ് ചെയ്ത ഹെഡർ ഫയൽ ഏതാ? IOStream. അപ്പൊ നിങ്ങൾ സ്ട്രക്ചർ ബൈ IOStream എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ. and രണ്ടാമത്തതാണ് എന്ത്? യൂസിങ് നെയിം സ്പേസ് std കുത്ത് വര, അതായത് സെമിക്കോളൻ, ഇൻഡ് മെയിൻ. എന്നിട്ട് എന്ത് ചെയ്യാ? ഒരു ബ്രേസ് ഓപ്പൺ ചെയ്യാ. നിങ്ങൾക്ക് എഴുതാനുള്ള പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കാം. അതിന് നമ്മൾ എന്ത് പറഞ്ഞ്? സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു റിട്ടേൺ 0 ഇടുക. ആ തുറന്ന ബ്രേസ് ക്ലോസ് ചെയ്യാം. അത്രേ ഉള്ളൂ. എന്ത്? ബേസിക് സ്ട്രക്ചർ ഓഫ് C++. അത് ചോദിക്കാറുണ്ട്. സ്ട്രക്ചർ ചോദിക്കാത്ത പേപ്പർ ഇല്ലാട്ടോ. 3 മാർക്കിന് എന്തായാലും ചോദിക്കും. എങ്ങനെയാണ്? ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ, യൂസിങ് നെയിം സ്പേസ് std, ഇൻഡ് മെയിൻ. നമുക്ക് ബ്രേസ് ഓപ്പൺ ചെയ്യാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ്, നമുക്ക് എഴുതി കൊടുക്കുന്ന പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ എഴുതി കൊടുക്കാം. ലാസ്റ്റ് റിട്ടേൺ 0, തുറന്ന ബ്രേസ് എന്ത്? ക്ലോസ് ചെയ്ത് വെക്കാം. അതാണ് എന്ത്? സ്ട്രക്ചർ. സ്ട്രക്ചർ ചോദിക്കാറുണ്ട് കേട്ടാ. നെക്സ്റ്റ് നോക്കിയേ, ഇത് കാണാണ്ട് പഠിക്കണം കേട്ടാ. ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം.
റൈറ്റ് ദ റോൾ ഓഫ് ഹെഡർ ഫയൽസ് ഇൻ C++ പ്രോഗ്രാം. നമ്മളിപ്പോ പറഞ്ഞില്ലേ ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയലിന്. ആ ഹെഡർ ഫയലിന്റെ റോൾ എന്നാണ് ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ IOStream എന്ന് പറഞ്ഞ ഹെഡർ ഫയലും കൊടുത്ത് അതിന്റെ റോൾ എന്താ, അതായത് അതിന്റെ ആവശ്യം എന്താ, അവിടെ അതിന്റെ കാര്യം എന്ത് നമുക്ക് അറിയണ്ടേ. സോ നമുക്ക് എന്ത് പറയാം, അതായത് ഇത്രയുള്ള സംഭവം. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ IOStreamന്റെ അത് സീനും സി ഔട്ട് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം IOStreamലാണ്. ഇത്രേ ഉള്ളൂ. കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. ആ ഫംഗ്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണ ഹെഡർ ഫയലാണ്. സ്റ്റോർ ചെയ്ത് വെച്ചേക്കണത് എവിടെയാണ്? ഹെഡർ ഫയലിന്റെ അടുത്താണ്. അത്രേ ഉള്ളൂ. നമുക്ക് യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കണ സ്ഥലം അതാണ് ആര്? ഹെഡർ ഫയൽ. ഓക്കെ, നോക്കിയേ IOStream stdio രണ്ട് ഹെഡർ ഫയലിന്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കണം കേട്ടോ. Header files contain the information about functions, objects, predefined derived data types and are available along with the compiler. അതായത് നമ്മൾ ഹെഡർ ഫയൽ എന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം ആരൊക്കെ? നമ്മളെ ഫംഗ്ഷനെ കുറിച്ചും ഒബ്ജക്ട്സിനെ കുറിച്ചും പ്രീ ഡിഫൈൻഡ് ഡാറ്റ, നമുക്ക് ഡാറ്റ ടൈപ്സ് ഒക്കെ ഇല്ല, ഡാറ്റ ടൈപ്സിനെ കുറിച്ചും എല്ലാവരും എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്? നമ്മുടെ ഹെഡർ ഫയലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതാണ് എന്തിന്റെ റോള്? നമ്മുടെ ഹെഡർ ഫയലിന്റെ റോള്. മെയിൻ ആയിട്ട് അയാള് ഫങ്ഷൻസ് ആണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഹെഡർ ഫയൽസ് കണ്ടെയ്ൻസ് ഇൻഫോർമേഷൻ അബൌട്ട് ഫങ്ഷൻസ്, ഒബ്ജക്ട്സ്, പ്രീഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എക്സെട്ര. ഓക്കെ, അത്രയും പറഞ്ഞാൽ മതി. പിന്നെ രണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. നമ്മൾ എന്തിന്റെ എക്സാമ്പിളാ? നമ്മൾ ഹെഡർ ഫയലിന്റെ എക്സാമ്പിൾ. ഒന്നാമത്തേന് IOStream. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഹാഷിംഗ് കൂടെ IOStream. ആ IOStream എന്താണ്? ഒരു ഹെഡർ ഫയലാണ്. പിന്നെ അടുത്ത എക്സാമ്പിൾ എന്താ? stdio. രണ്ടും പഠിച്ചു വെക്കാട്ടെ. അല്ലാണ്ട് കുറെ ഹെഡർ ഫയൽ നിങ്ങൾക്ക് അറിയാം. C-string, CMath, കുറെ ഹെഡർ ഫയൽസ് അറിയാം. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. ഓക്കെ, പിന്നെ എന്തുണ്ടെങ്കിലും മെസ്സേജ് അയച്ച് ചോദിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.